രജിഷയുടെ ഇന്നലെ മന്ത്രി സജി ചെറിയാൻ നടത്തിയ ഒരു പരാമർശം ഇന്ന് ഭയങ്കര വിവാദമായിരിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി വാർത്താമാധ്യമങ്ങൾ, വിശിഷ്യ ദൃശ്യമാധ്യമങ്ങളെല്ലാം സജി ചെറിയാനെതിരെ കുറെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പരാമർശം ഇതാണ്: കാസർഗോഡും മലപ്പുറത്തും ജയിച്ചവരെ നോക്കിയാൽ വർഗീയ ധ്രുവീകരണം അറിയാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം അത് പറഞ്ഞത് ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട്, ആലപ്പുഴയിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ആണ് അദ്ദേഹം സംസാരിച്ചത്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം, അതായത് 2 ദിവസം, ഇന്നലെയാണോ മിനിയാന്നാണോ പറഞ്ഞത്, CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ പറഞ്ഞിരുന്നു, നേതാക്കൾ സംസാരിക്കുമ്പോൾ, പരാമർശങ്ങൾ നടത്തുമ്പോൾ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്, സൂക്ഷ്മത വേണം, അവധാനത വേണം, വളരെ ശ്രദ്ധയോടെ വേണം പരാമർശങ്ങൾ നടത്താൻ എന്ന തരത്തിലുള്ള കേന്ദ്ര കമ്മിറ്റി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഇതിനെ ഏത് തരത്തിൽ ഇതിനെ വിലയിരുത്താം? ഇതിനെ വിലയിരുത്തേണ്ടത്, കഴിഞ്ഞ ദിവസം AK ബാലൻ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. അതായത് മാറാബിഡ് കലാപം ഇവിടെ ആവർത്തിക്കപ്പെടും, അതുപോലെ ജമാഅത്തെ ഇസ്ലാമി അതുമായിട്ടുള്ള ബന്ധം എന്നുള്ളതിനെക്കുറിച്ച് പരാമർശങ്ങൾ നടത്തിയിരുന്നു. അതിൻ്റെ ശേഷം നമുക്കറിയാം, ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ്റെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ആ വെള്ളാപ്പള്ളി നടേശൻ്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടുപുറകെ യഥാർത്ഥത്തിൽ NSS സുകുമാരൻ നായരുടെ വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. ഇനി അതിനും കുറച്ചുകൂടി ഒരു ഇത്തിരി ദിവസം ബാക്കൗട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ, കുറച്ച് ദിവസം ബാക്കൗട്ട് പോയാൽ വെള്ളാപ്പള്ളി നടേശൻ നമ്മുടെ പ്രിയപ്പെട്ട ഒരു റിപ്പോർട്ടറെ കയറിയിട്ട് എന്ത് ചെയ്തു, തീവ്രവാദി എന്ന് വിളിച്ചിരുന്നു. എന്റെ കൂട്ടുകാരനാ, പേര് വെളിപ്പെടുത്താൻ തെറ്റുന്നില്ല, റഹീസ് റഷീദ് ഇരാക്കിവട്ടക്കാരനാണ്, പഴയ MSF-കാരനാണ്. ഞാനും റഹീസ് റഷീദിനെ വിളിച്ച് സംസാരിച്ചിരുന്നു അന്ന് തന്നെ. അപ്പൊ ഞാൻ റഹീസ് റഷീദിനോട് പറഞ്ഞു, ജീവിതത്തിൽ ഒരു തീവ്രവാദിയായിട്ട് സംസാരിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വിളിച്ചത്. അപ്പൊ ഒരു പൊട്ടിച്ചിരിയാണ് മറുപടി ഉണ്ടായത്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്ത മീഡിയകളിൽ, ഇപ്പൊ റിപ്പോർട്ടറിലും. അപ്പൊ എന്താണെങ്കിലും ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള പ്രശ്നം, വൈഫ് ജേർണലിസ്റ്റ് ആയിരുന്നു അന്ന, ഇപ്പൊ സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരം വാചകങ്ങളെല്ലാം വെറുതെ ഉണ്ടാകുന്നതാണ് നമ്മൾ വിചാരിക്കരുത്. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവം മാത്രമാണ് ഈ പറയുന്ന നമ്മുടെ സജി ചെറിയാന്റെ വാക്കുകൾ. അതും സജി ചെറിയാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നുള്ളത് കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സജി ചെറിയാൻ എന്ന് പറയുന്നത് പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു ക്രിസ്ത്യൻ മതവിഭാഗത്തിൽ വിശ്വാസമുള്ള ഒരാളാണ്, ചെങ്ങന്നൂരിൽ നിന്നുള്ള ആളാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹം ചെങ്ങന്നൂരിൽ നിന്നുള്ള MLA ആകുമ്പോൾ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ഇത് പറയിപ്പിക്കുമ്പോൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, കഴിഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ, ഒരു ഹിന്ദു കൺസോൾട്ടേഷനും അതുപോലെ തന്നെ ഒരു ക്രിസ്ത്യൻ കൺസോൾട്ടേഷനും ഉണ്ടാകുന്നു. എന്തിനെതിരെ? നേരത്തെ തന്നെ ഓൾറെഡി ഒരു വിഭാഗീയമായി വേർതിരിക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റികളാണ്. ഇപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അത്തരത്തിലുള്ള കമ്മ്യൂണിറ്റികൾക്കെതിരെ എന്നുള്ള ഇവർ പറയുന്നില്ല. പക്ഷെ അത്തരത്തിൽ മുസ്ലിം ലീഗിനും അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിക്ക്, SDP-ക്കും ഒക്കെ വലിയ പ്രാധാന്യം ഉണ്ടാവും എന്നാണ് ഇവർ പറയുന്നത്. ആ പ്രാധാന്യം ഉണ്ടാകുമെന്ന് പറയുന്നതിനെ ഇനി ഓരോ തലങ്ങളിൽ പൊലിപ്പിക്കാൻ തുഫൈൽ വേണമെങ്കിൽ നോക്കിക്കോളൂ, ഓരോ ആഴ്ചയും ഓരോരുത്തരും പ്രസ്താവന ഇറക്കും. അതായത് ഈ കേരളത്തിൽ ഇപ്പോൾ വികസനമോ അല്ലെങ്കിൽ തൊഴിലില്ലായ്മയോ അല്ലെങ്കിൽ പണ്ടത്തെ പോലെ DYFI ഉയർത്തിക്കൊണ്ടിരുന്ന പോലെ ഒരു സാമൂഹ്യക്ഷേമമോ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും ചർച്ചയാവില്ല. ചർച്ചയാകാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, വിഭാഗീയമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ചയാവും. രണ്ടാമത്തേത്, കോൺഗ്രസ് ചെയ്യാത്ത കാര്യങ്ങൾ കൂടി ചർച്ചയാവും. അപ്പോൾ വയനാട് പുനരധിവാസത്തിൽ ഭൂമി കൊടുക്കാത്തടക്കം നിരവധി പ്രശ്നങ്ങൾ, മുണ്ടക്കയിലെയും ആളുകൾക്ക് വേണ്ടി പിരിച്ച പണം ചർച്ചയാവും. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൃത്യമായി ചർച്ചയാക്കുന്നതിന്റെ ഇടവേളകളിൽ സംഭവിക്കുന്ന വാചകങ്ങളാണിത്. ഇതൊരിക്കലും ഈ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ വിചാരിച്ചു കളയരുത് ഇത് യാദൃശ്ചികം. ഇപ്പൊ കുന്തവും കുടച്ചക്രവും എന്നൊക്കെ സംസാരിച്ചു പോയത് പുള്ളി ഒരു പ്രസംഗത്തിൽ വലിയ ആവേശത്തിന് പറഞ്ഞു പോയതാണ്. അല്ല, സ്ലിപ്പ് ഓഫ് ടങ് അല്ല, അത് പുള്ളിയുടെ അഭിപ്രായം തന്നെയാണ്. കാരണം പുള്ളി അത് പ്രമോദ് നാരായണനും പുള്ളിയും കൂടി ഇടക്കിടക്ക് പറയാറുണ്ടെന്നാവും. ഞാൻ പ്രമോദ് നാരായണൻ എന്ന് പറഞ്ഞാൽ കേരള കോൺഗ്രസ് പക്ഷെ MLA പുള്ളി യഥാർത്ഥത്തിൽ പുള്ളി SFI-കാരനായിരുന്നു, SFI-യുടെ നേതാവായിരുന്നു. അപ്പൊ രണ്ടുപേരും തമ്മിൽ പണ്ടേ പറയാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞു വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത് കറക്റ്റാണ്. പക്ഷെ പുള്ളിക്ക് പറ്റിയ അബദ്ധം എന്താ വെച്ചാൽ, അന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ലൈവിൽ എന്ത് ചെയ്തിരുന്നു, വിടുന്നിട്ട് പുള്ളിക്ക് അറിയാൻ പാടില്ലായിരുന്നു ഫേസ്ബുക്കിൽ. പക്ഷെ ഇതല്ല, ഇത് കൃത്യമായി പുള്ളി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി പറഞ്ഞതിൽ വലിയൊരു പ്രശ്നം കൂടി ഉണ്ട്. ആ പ്രശ്നം എന്താണെന്നറിയാമോ? കാസർഗോഡും മലപ്പുറത്തും ഒക്കെ വിജയിച്ചു വരുന്നവരുടെ പേരുകൾ നോക്കിയാൽ പോരെ എന്ന് പറയുമ്പോൾ വളരെ കൃത്യമായി പറയുന്ന ഒരു വാചകം എന്താണെന്നറിയാമോ? അവിടെയുള്ള ആളുകൾ, അവിടെയുള്ള സമുദായക്കാരായിട്ടുള്ള ആളുകളെ മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ അതെന്താണ് പറയുന്നത്? അത് ഇൻഡയറക്ട്ലി പറയുന്നത്, അതുകൊണ്ട് നമ്മളും അതുപോലെ നമ്മുടെ സമുദായക്കാരെ തിരഞ്ഞെടുക്കാൻ വേണ്ടി എന്ത് ചെയ്യണം എന്നാണ്. അപ്പൊ ഇത് കൃത്യമായ നേരത്തെ പറയുന്നത്. ഇത് ശരിക്കും പറഞ്ഞപ്പോൾ ഉത്തരേന്ത്യയിൽ മുഴുവൻ BJP-യോ സംഘപരിവാരോ ഒക്കെ വളരെ ഗംഭീരമായി നടപ്പിലാക്കിയിട്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ്. നമ്മളതിനിപ്പോ സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നൊക്കെ വിളിക്കുന്നത്. നേരത്തെ ആണെങ്കിൽ എന്ത് ചെയ്താൽ നമ്മുടെ സമൂഹം തന്നെ മാറിപ്പോയല്ലോ. ഇപ്പൊ യഥാർത്ഥത്തിൽ കാശ് കൊടുത്ത് 10-20 MLA-മാരെ ഇങ്ങോട്ട് മേടിക്കുന്നത് ഇപ്പൊ ചാണക്യ തന്ത്രമാണ്. നേരത്തെ ആണെങ്കിൽ അത് കുതിരക്കച്ചവടം വരുന്നത്.
അപ്പൊ ഇപ്പൊ അത് മാറി. അതുപോലെ തന്നെ ഇപ്പൊ നേരത്തെ ആണെങ്കിൽ ഇത് എന്താണ് വർഗീയമായ ചേരിതിരിവുണ്ടാക്കി ആളുകളുടെ നിന്ന് വോട്ട് മേടിക്കുന്നത് തെറ്റാണെന്നുള്ള തോന്നലുണ്ട്. ഇപ്പൊ അത് മാറിയിട്ട് എന്ത് ചെയ്യുന്നു, സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഓമനപ്പെട്ട് വിളിക്കുന്നു. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തുഫൈൽ ഒരിക്കലും വിചാരിച്ചുള്ളത് അടുത്ത ആഴ്ച നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും, വേറെ ആരെങ്കിലും ആയിരിക്കും പറയാം. കഴിഞ്ഞ ആഴ്ച AK ബാലൻ പറഞ്ഞു, ഈ ആഴ്ച എന്ത് ചെയ്തു സഹിച്ചറിയാൻ പറഞ്ഞു, ഇനി അടുത്ത ആഴ്ച. അന്ന് പറഞ്ഞത് ആഭ്യന്തര വകുപ്പ് വന്നാൽ ജമാഅത്ത് ഇസ്ലാമി ആയിരിക്കും ആഭ്യന്തര വകുപ്പ് മന്ത്രിയാവുന്ന രീതിയിലൊക്കെയാണ് ബാലൻ പറഞ്ഞത്. ബാലൻ പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് വിചാരിക്കുന്ന ഒരാളല്ലേ അത്. താങ്കൾ പറയുമ്പോൾ താങ്കൾക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ തെറ്റാണെന്ന് വിചാരിക്കുന്ന ഒരാളല്ല. എനിക്ക് ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ ജമാഅത്തെ ഇസ്ലാമി ആണ് ഭരിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ആരെങ്കിലും വന്ന് ആഭ്യന്തരമന്ത്രി ആവുമെന്നല്ല പറഞ്ഞു വന്നേ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജികൾക്ക് കേരളത്തിൽ വലിയ പ്രാധാന്യം കൂടുന്നുവെന്നും അത് മുസ്ലിം ലീഗിനകത്തേക്ക് പോലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടെന്നും പറഞ്ഞത് കഴിഞ്ഞ വയനാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്, ഓർക്കുണ്ടാവുക. അപ്പൊ അത് CPM-ന്റെ സ്റ്റാൻഡാണ്, CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തലാണത്. മനസ്സിലായാലും വെറുതെയുള്ള വിലയിരുത്തലല്ല. പക്ഷെ വേറെ CPM-ന് ഇതിന് ധാർമ്മികമായി CPM-ന് ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ പറയാനുള്ള ധാർമ്മികമായ റൈറ്റ് ഉണ്ടോന്ന് എന്റെ ചോദ്യം. കാരണം 96-ലും 2006-ലും വേണ്ട ഭൂരിഭാഗം, ഇപ്പൊ സതീഷിന്റെ വാക്കുകൾ കടമെടുത്ത് പറയുകയാണെങ്കിൽ 42 വർഷത്തോളം ജമാഅത്ത് ഇസ്ലാമി പിന്തുണച്ചത് LDF-നെ ആയിരുന്നില്ലേ? അല്ല, ഇതില് CPM-ന് അവിടെ പറഞ്ഞു നീക്കാൻ പറ്റുന്ന ഒരു ചെറിയ പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് കാണാതെ നമ്മൾ വെറുതെ ചർച്ച ചെയ്തിട്ടില്ല. അതെന്താന്ന് പറഞ്ഞുതരാം. ഒരു മിനിറ്റ്, ഞാൻ നടപടിയാണ്. അപ്പൊ പക്ഷേ പിണറായി വിജയൻ തന്നെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, ദേശീയ സാർവദേശീയ വിഷയങ്ങളിൽ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞു. അല്ല, അതിൽ പറഞ്ഞേക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് എപ്പോഴും ഉണ്ടെന്ന് ഞാൻ പറയണം. പിണറായി വിജയൻ യഥാർത്ഥത്തിൽ ഈ പറയുന്ന കോഴിക്കോട് തന്നെ നിന്ന് ജമാഅത്തെ ഇസ്ലാമിക്കും അവരുടെ ഐഡിയോളജികൾക്കുമെതിരെ അതിതീവ്രമായും ഗംഭീരമായും സംസാരിച്ച് ഇപ്പോൾ വീഡിയോ അവൈലബിൾ ആണ്. ഒന്ന്. രണ്ടാമത്തത്, ഞാനിപ്പോഴും എൻ്റെ കണ്ടുകൊണ്ടിട്ടുള്ള കാര്യം ഞാൻ താങ്കളോട് പറയാം. പി ജയരാജൻ എന്ന് പറയുന്ന ഒരു നേതാവ് വന്ന് മീഡിയ വണ്ണിലെ ദാവൂദ് സാഹിബുമായിട്ട് എന്ത് ചെയ്യുന്നു ചർച്ച ചെയ്യാൻ വേണ്ടി വരുമ്പോൾ പുള്ളി ഇറങ്ങിപ്പോകുന്ന ഒരു രംഗമുണ്ട്. ഇറങ്ങിപ്പോകുമ്പോൾ പുള്ളി പറഞ്ഞിട്ടാണ് പോണത്, അതായത് ജമാഅത്ത് ഇസ്ലാമിക്കാരായിട്ട് ഒരു സംവാദം പോലും സാധ്യമല്ല എന്നുള്ളതാണ് പാർട്ടി സ്റ്റാൻഡ്. ഈ പറഞ്ഞ പി ജയരാജൻ പണ്ട് ജമാഅത്ത് ഇസ്ലാമി നേതാവായ TK അബ്ദുള്ള ആള് മരിച്ചുപോയി, അയാളെ വീട്ടില് പിന്തുണ തേടി വന്നിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ ഒരു വ്യക്തി ഇപ്പൊ ഇന്നലെ മറ്റേ സുകുമാരൻ നായർ പറഞ്ഞ പോലെ ഈ തിണ്ണയിൽ വന്നിരുന്നിരുന്നു, അതിന് 1.5 മണിക്കൂർ എന്ത് ചെയ്തിരുന്നു. അതായത് മറ്റേ പറവൂർ മണ്ഡലത്തിലെ എന്ത് ചെയ്തു, മറ്റേ മണ്ഡലം ഭാരവാഹിനെ NSS-ന്റെ ഭാരവാഹിനെ വിളിച്ച് ഇയാളെ എല്ലാ വീട്ടിലും കയറി ഇറങ്ങി ജയിപ്പിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ പിന്നിൽ 2 പ്രശ്നങ്ങളുണ്ട്. എന്താണെന്ന് അറിയാം. ഒന്ന്, സമദൂരം എന്ന് പറയുന്നത് ശരിയല്ലപ്പ. അപ്പൊ സമദൂരം ഉണ്ടായിരുന്നില്ല. രണ്ടാമത്തത് വീട് ശേഷം വന്നിരുന്ന് എന്ത് ചെയ്തിട്ട് പിന്തുണ മേടിച്ചിട്ടുള്ള അത് രണ്ടോടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞ വ്യക്തിപരമായി അങ്ങനെ ചെയ്തിട്ടുണ്ടാകാം എന്നൊക്കെ നമുക്ക് പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ചെന്ന് വോട്ടം അഭ്യർത്ഥിക്കാനാണ്, ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലക്കാണെന്നൊക്കെ അവർക്ക് പറയാം. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്ന് വെച്ചാൽ CPM-ന് ഇപ്പോഴും തമിഴ്നാട്ടിലെ 2 MP-മാരടക്കം ഇത്തരത്തിൽ വോട്ട് മേടിച്ച് ജയിച്ചവരാണ്. CPM-ന് അപ്പോഴും പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ആരെങ്കിലും ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഞങ്ങളത് വേണ്ടെന്ന് പറയണമെന്ന് നിർബന്ധം പിടിക്കണം എന്നില്ല. അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് അവരെ പിന്തുണ ഞാൻ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കുകയല്ല. എനിക്ക് ജമാഅത്ത് ഇസ്ലാമിയോട് വ്യക്തിപരമായിട്ട് വിയോജിപ്പാണുള്ളത്. ജമാഅത്ത് ഇസ്ലാമിയോടും വെൽഫെയർ പാർട്ടിയുടെ പല നിലപാടുകളോടും എനിക്ക് വിയോജിപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുന്നതല്ല, ഇത് കാലങ്ങളായി, ഈ അടുത്ത കാലം തൊട്ടാണല്ലോ UDF-ന് വെൽഫെയർ പാർട്ടി രൂപീകരിച്ചതിന് ശേഷമുള്ള UDF വോട്ട് ചെയ്യുന്നത്. ഇത് കാലങ്ങളായി അവർക്ക് വോട്ട് ചെയ്യുകയും ഇപ്പൊ KT ജലീലിനൊക്കെ വേണ്ടി പരസ്യമായിട്ട് തന്നെ ജമാഅത്ത് ഇസ്ലാമിയും സോൾഡാറ്റിയും മെസ്സേജും ഒക്കെ അവിടെയാണ് CPM-ന് അപ്പോഴും പറഞ്ഞേക്കാവുന്ന ഒരു കേസുള്ളത്. സാധാരണ ഞാൻ പറഞ്ഞു വന്നത് CPM-ന് വളരെ കൃത്യമായി പറയുന്നത്, ഞങ്ങൾ എപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് വോട്ട് ചെയ്തിട്ടുണ്ടാവും, ഞങ്ങൾക്ക് അവർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഞങ്ങൾ എപ്പോഴെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജികളെ, ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെ ഞങ്ങൾ എൻഡോസ് ചെയ്തിട്ടുണ്ടോ, ഞങ്ങൾ പിന്താങ്ങിയിട്ടുണ്ടോ, ഞങ്ങൾ എപ്പോഴെങ്കിലും അവർക്ക് അനുകൂലമായി സംസാരിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അനുകൂലമായി സംസാരിച്ചിട്ടുണ്ട്. എപ്പോഴാണ്? CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് എന്താണ്, ദേശീയ അന്തർദേശീയ വിഷയങ്ങളിൽ വ്യക്തവും കൃത്യവുമായ നിലപാടുള്ള സംഘടനയാണ് ജമാഅത്ത് ഇസ്ലാമി. പിന്നെ ദേശാഭിമാനി ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയെ പ്രകീർത്തിച്ചുകൊണ്ട് മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അല്ല, നിങ്ങൾ അറിയേണ്ടത് അതിനേക്കാളൊക്കെ, അതാണ് ഞാൻ പറഞ്ഞത്, അവിടെയും ഒക്കെ ഒരു നിലപാടുള്ള സംഘടനയാണ്. ഇപ്പൊ കോൺഗ്രസ് നാളെ എന്താണ് ഒരു നിലപാടുള്ള സംഘടനയാണ്, അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിലപാടുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു പൂഴ്ത്തലാണോ? ഞാൻ പറഞ്ഞേ, ഇത് കഴിഞ്ഞ തവണ VD സേച്ചൻ വന്നിട്ട് പറഞ്ഞിട്ട് പോയൊരു വാചകമുണ്ട്. ഞാൻ അന്നേ പറഞ്ഞിരുന്നു, അതൊരു മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ്. ഒന്ന്. രണ്ടാമത്തത്, CPM-ന് കത്തിക്കാൻ പോകുന്ന വേറൊരു കാര്യം കൂടി ഞാൻ അഡ്വാൻസ് ആയിട്ട് താങ്കളോട് പറഞ്ഞുതരാം. AK ബാലൻ വിമർശിച്ചത് ആരെയാണ്? AK ബാലൻ വിമർശിച്ചത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജികളെയാണ്. ജമാഅത്തെ ഇസ്ലാമിക്ക് അത്തരത്തിലുള്ള പ്രാധാന്യം വരരുത് എന്നാണ്. ഉടനെ തന്നെ UDF-ന്റെ നേതാക്കന്മാരിറങ്ങി ആ ട്രാപ്പിലേക്ക് വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. കാരണം
അവർ ജമാഅത്ത് ഇസ്ലാമിയെ ന്യായീകരിക്കാനും ജമാഅത്ത് ഇസ്ലാമിയെ നിങ്ങളും കൂടി പിന്തുണച്ചിരുന്നു എന്ന് പറയാനും ഒക്കെ തയ്യാറാകേണ്ട ആവശ്യമില്ല. അപ്പൊ അത്തരം ഒരു ട്രാപ്പിലേക്ക് യഥാർത്ഥത്തിൽ ഇവരെ കൊണ്ടുവന്ന് ഇറക്കിയാലുള്ള ഗുണം എന്താ വെച്ചാൽ അതിന്റെ സെക്കൻഡ് ഫേസ് ആണ് താങ്കൾ പറയുന്ന പോലെ ഇപ്പൊ സജി ചെറിയാൻ പറയുന്നത്. മനസ്സിലായ? ആദ്യം മറ്റത് അവിടെ സെറ്റ് ചെയ്ത് വെച്ചു, അതായത് ബൈറ്റുകളൊക്കെ റെഡിയാക്കി വെച്ചു. മറ്റേ മനസ്സിലായ ആ ബൈറ്റുകൾ, അതായത് നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കൊള്ളുന്നത് എന്നാണ് AK ബാലൻ രണ്ടാമത് വന്നിട്ട് ചോദിച്ചത്. മനസ്സിലായോ? ജമാഅത്ത് ഇസ്ലാമി കേസ് കൊടുത്തേക്ക് വക്കീൽ നോട്ടീസ് കഴിച്ചിട്ടുണ്ടല്ലോ. ഇനി ജമാഅത്ത് ഇസ്ലാമി കേസ് കൊടുക്കണം, കൊടുത്താലാണ് അവർക്ക് ഗുണം ഉണ്ടാവുള്ളൂ. കാരണം കേസ് വരുമ്പോഴും ബാക്കിയുള്ളത് വരുമ്പോഴും ചർച്ചയാകും. ആര്? ജമാഅത്ത് ഇസ്ലാമി ആരെ എതിർക്കാണ്? പിന്നെ ജമാഅത്ത് ഇസ്ലാമി ഇത് പറയുന്നു, മറ്റേ ഈ കാര്യം പറഞ്ഞു, അതായത് ഞങ്ങൾ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്ന് പറയുന്നത് ശരിയാണോ ഇല്ലേ? എല്ലാവർക്കും അറിയാമല്ലോ എന്നുള്ളത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ അബ്ദുള്ള എന്ന് പറയുന്ന ആളുടെ തന്നെ ബൈറ്റ് ഉണ്ട് പുറത്ത്. നമ്മൾ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നമ്മൾ പുറത്തൊക്കെ ജസ്റ്റ് ഒക്കെ പറയും, അതൊക്കെ സത്യം പറഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലും പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാന്നുള്ള ബൈറ്റ് ഉണ്ട്. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ആ പ്രശ്നം ഞാൻ പറയുന്നത് അത് ശരിയോ തെറ്റോ എന്നുള്ള അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞപ്പോ അതൊക്കെ വലിയൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ഞാൻ വേണമെങ്കിൽ സയ്യിദ് കുത്തുബിന്റെ ബുക്ക് മുടക്കം ഇങ്ങോട്ട് പറയേണ്ടി വരും. അപ്പൊ അതൊക്കെ ഒന്നും ഞാനിപ്പോ പറയുന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് പ്രധാനപ്പെട്ട സജി ചെറിയാൻ വിഷയത്തിലേക്ക് വരുമ്പോൾ ഇതൊരു ഇലക്ഷൻ എന്നാണ്, നമ്മൾ ഇലക്ഷൻ ട്രെൻഡ് സെറ്റ് ചെയ്യലാണ്. ആ സെറ്റ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു മുസ്ലിം സമുദായത്തിന്റെ കൺസോൾട്ടേഷൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അത് UDF അനുകൂലമായിട്ട് ഉണ്ടായി എന്ന് CPM വിചാരിക്കുന്നു. അങ്ങനെ വിചാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മലബാറിലെ നിരവധി ജില്ലകളിൽ അതിന് അന്വനങ്ങൾ ഉണ്ടാവും. അതിനെ ചെറുക്കാൻ CPM കയ്യിലുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കയ്യിൽ പോലും ഇല്ലാത്ത BJPയുടെ അനുഭവമുള്ള വോട്ടുകൾ കൂടി തങ്ങളിലേക്ക് വരാൻ വേണ്ടി സാധിക്കണം. ആ സാധിക്കുന്നതിനോടൊപ്പം യഥാർത്ഥത്തിൽ മധ്യമേഖല എന്ന് പറയുന്ന മേഖലയിൽ നിന്നുള്ള പത്തനംതിട്ട, ഇടുക്കി, കോട്ടയം, ഈ പറയുന്ന പോലെ എറണാകുളം, തൃശ്ശൂരിൽ നിന്നുള്ള ക്രിസ്ത്യൻ വോട്ടുകളുടെ കൂടി പിന്തുണ താങ്കൾക്ക് അനുകൂലമായിട്ട് മേടിക്കണം. ആ അനുകൂലമായിട്ട് മേടിക്കാനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. പക്ഷെ അത് ചെയ്യാനുള്ള വടിയും ആയുധവും യഥാർത്ഥത്തിൽ ഇവർ കയ്യിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. മനസ്സിലായി? എനിക്ക് ഇവരോട് ആരോടെങ്കിലും വ്യക്തിപരമായ വിദ്വേഷമോ വ്യക്തിപരമായ ദേഷ്യമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് തുഫൈൽ അറിയുന്നത് എൻ്റെ ചാനലിൽ. അതായത് 2000 ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞ കക്ഷി ജയിക്കുമ്പോൾ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ജയിച്ചത് കൊണ്ട് യഥാർത്ഥത്തിൽ ഇനി UDF തോക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ. കാരണം SDPക്കാരോട് അങ്ങനെ ഒരു പ്രകടനം നടത്താൻ പറയരുതായിരുന്നു. SDP എന്ന് പറഞ്ഞ സംഘടന കോൺഗ്രസ് നടത്തിയതല്ലേ. കോൺഗ്രസ് അവരെ എന്ത് ചെയ്യണം? അപ്പൊ തന്നെ തള്ളിപ്പറയേണ്ടതാണ്. കോൺഗ്രസ് ശരിയാണ്, കോൺഗ്രസ് പർപ്പസ്ഫുള്ളി SDPക്കാരൊക്കെ കൂടി വിളിച്ചിട്ട് വരും നമുക്ക് CPM കോൺഗ്രസ്സുകാർ ഒന്നാമത് തള്ളിപ്പറ അത്രേ ഉള്ളു. ഇത് അപ്പൊ തന്നെ തള്ളിപ്പറ. ഇതിന്റെ പ്രശ്നം എന്താ? PFI എന്ന് പറയുന്ന ഒരു സംഘടനയുടെ ഔട്ട്ഫിറ്റ് ആണ് നിരോധിച്ചു SDP. ആര്? ഇനി ഒരു കാര്യം കൂടി ഞാൻ താങ്കളോട് തുറന്നങ്ങ് പറയാം. ഇനി ഇവരുടെയൊക്കെ ഭരണം വന്നാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയാം? മറ്റേ കൈകാൽ വെട്ടി ടീംസ് ആയിരിക്കട്ടെ ഭരിക്കണേന്ന് പറയും. മനസ്സിലായ? ഇത് വരുമ്പോ എന്താണ് കേൾക്കുന്ന? അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവരൊന്നും ഞെട്ടുകയാണ്. അങ്ങനെ അതാണ് ഇതിന് പ്രശ്നം. ഇതിൽ എത്ര വാസ്തവമുണ്ട് എത്ര വാസ്തവമില്ല എന്നൊക്കെ ഉള്ളത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. മനസ്സിലായി? അതൊക്കെ രണ്ടാമത്തെ ഇഷ്യൂ ആണ്. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പൊ നമ്മളിപ്പോ ഈ കേരളത്തിലെ ഞാനൊരു കാര്യം കൂടി പറയാം. കേരളത്തിലെ 95% ആളുകളും വോട്ട് ചെയ്യുന്നത് ഒരു വിഷയത്തെക്കുറിച്ച് അതിഗംഭീരമായി കൃത്യമായി പഠിച്ചിട്ടൊന്നുമല്ല. ഇപ്പോ 11ഓളം വരുന്ന കോടതി വിധികൾ ശബരിമല കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ആരെങ്കിലും ഇത് വായിക്കും? പിന്നെ മറ്റേ ഇത് ഈ ചില വീഡിയോ ചെയ്യുന്ന ആളുകളുണ്ട്, അവര് തന്നെ ഇത് വല്ലതും വായിക്കും. മനസ്സിലായി? ഇപ്പൊ 1713 പേജ് മറ്റേ ദിലീപിനെതിരെയുള്ള വിധിയുണ്ട്, ആരെങ്കിലും ഇത് വായിക്കും? ഇത് പ്രശ്നം എന്താ വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ. പൊതുവെ ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയും ആ നരേറ്റീവിലൂടെ ഉണ്ടാക്കാവുന്ന ഇമേജ് എന്ത് ചെയ്യുകയും ചെയ്യും. ഒന്ന്. ഇനി രണ്ടാമതൊരു കാര്യം പറയാം. ഇപ്പോഴും തുഫൈൽ അത് എഴുതി വെച്ചു, ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെയൊക്കെ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ മെയിൻ സ്ട്രീം ചാനലുകൾ അവർക്കൊരു പരിധി വിട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് അവര് വെള്ളാപ്പള്ളിക്കെതിരെയും മറ്റേ ഈ പറയുന്ന സുമാരനാർക്കെതിരെയൊക്കെ പറയും. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? ഏറ്റവും വലിയ ഇൻഫ്ലുവൻസിൽ ആരാന്നറിയോ? സോഷ്യൽ മീഡിയയിൽ ഇത് എങ്ങനെയാണ് വരാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ടാൽ. അല്ല, കാരണം സോഷ്യൽ മീഡിയ എങ്ങനെ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് നമുക്ക് ഈ ഇലക്ഷൻ അറിയാൻ പറ്റും. അതെ, കാരണം ആൾക്കാർ ഉപയോഗിക്കുന്നത് ഈ വളരെ പ്രത്യേകിച്ച് യൂത്തുകളൊക്കെ നോക്കുന്നത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും അങ്ങനത്തെ റീലുകളൊക്കെയാണ് കാണുന്നത് കൂടുതലും. അപ്പൊ അവര് ചാനലുകളോ പത്രം പോലും വായിക്കാറില്ല. അല്ല, LDF ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ തന്നെ നമ്മൾ സൂക്ഷ്മമായി വിലയിരുത്തിയിട്ടുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലുമാണ് LDF താഴോട്ട് പോന്നിട്ടുള്ളത്. അവിടെയുള്ള ഒരു 10%, 11% വോട്ടുകളെ ഇൻഫ്ലുവൻസ് ചെയ്ത് ഒരു 5.5-6% വോട്ടുകൾ മാറ്റുക എന്നുള്ളതാണ്. അങ്ങനെ മാറ്റാനുള്ള പ്രചരണ ആയുധങ്ങളാണ് ഈ പറഞ്ഞത് മുഴുവൻ. ആ പ്രചരണ ആയുധങ്ങളുടെ പടിപടിയായിട്ടുള്ള ലെവലാണ് ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി തുറന്നു വന്നിട്ടുണ്ടെങ്കിൽ ഈ സുകുമാരൻ നായർക്കെതിരെയും സജി ചെറിയാനെതിരെയും ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനെതിരെയും ഒക്കെ ആരെങ്കിലും വലിയ സ്ട്രോങ് ആയി രംഗത്ത് വരുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും?
സത്യത്തിൽ 1 കോടി രൂപയുടെ വക്കീൽ നോട്ടീസ് കിട്ടിയപ്പോൾ താങ്കൾ പിറ്റേ ദിവസം പത്രസമ്മേളനം കാണുന്നത് AK ബാലന്റെ ഭയങ്കര സന്തോഷത്തിലായിരുന്നു. ആ പുള്ളി വന്നില്ലെങ്കിൽ പുള്ളി തകർന്നു പോയനെ. ഖുർആാനടുത്ത് ഖുർആാനായിട്ട് പറഞ്ഞാൽ ഖുർആൻ ജയിലിൽ പോയി വായിക്കുന്ന പറഞ്ഞു. ഇനി അടുത്തൊരു പ്രശ്നം കൂടി ഉണ്ട്, അതും കൂടി പറയാം. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഐഡിയോളജി അനുസരിച്ച് തുഫൈലടക്കം നിരവധി ആളുകളടക്കം മുസ്ലിം മതവിശ്വാസികളല്ല. എന്ന് വെച്ചാൽ മഹാഭൂരിപക്ഷം ഒരു വിശ്വാസികളല്ലെന്ന് അവരുടെ നിലപാട്. എന്താണെന്നറിയോ, നിങ്ങൾ വിശ്വാസികളാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവരാജ്യം വരാൻ വേണ്ടി ഇവിടെ പരിശ്രമിക്കണം, അല്ലെങ്കിൽ പരിശ്രമിച്ചില്ലെങ്കിൽ നിങ്ങൾ പാത്തിന് പുറത്താതാ. അപ്പൊ ഇതെല്ലാം ഈ പറയുന്ന ഇവിടെ വരാൻ പോവാണ്. അങ്ങനെ വരുമ്പോ എന്താ, ഇപ്പൊ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ സുന്നി ആളുകൾ, ഇപ്പൊ EK സുന്നി, സുന്നി വിഭാഗം, AP ഒക്കെ പിന്നെ അരുവാൾ സുന്നി എന്നാണ് അറിയപ്പെടുന്നത്, ഇപ്പുറത്താണെന്ന് കരുതുക. ഈ EK സുന്നി വിഭാഗത്തിനകത്ത് പോലും ഇവരോട് താല്പര്യമില്ലാത്ത ആളുകളുണ്ട്. ഈ മുസ്ലിം ലീഗിന്റെ അകത്ത് പോലും ഇതെന്തിനാണ് നിങ്ങൾ ചേർന്നതെന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വെസ്റ്റേൺ ഗ്രൂപ്പ് ഇതുപോലെ നിരവധി ആളുകളുണ്ട്. അപ്പൊ ഇത്തരം ആളുകളൊക്കെ തന്നെ ഇവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇവിടെ നിന്ന് നോക്കുന്ന ആളുകൾ, ഈ തെക്കൻ കേരളത്തിൽ നിന്ന് നോക്കുന്ന ആളുകളുടെ വിചാരം എന്താണെന്ന് അറിയാം, ഇവരെല്ലാവരും ഒറ്റക്കെട്ടാണെന്നാണ്. പക്ഷെ കോഴിക്കോടോ മലപ്പുറത്തോ അല്ലെങ്കിൽ അതിന്റെ അപ്പുറത്തോ നിന്ന് നമ്മൾ നോക്കിയാൽ, ഉള്ളിലിറങ്ങി നോക്കിയാൽ അറിയാം ഇവര് തമ്മിൽ തന്നെ വലിയ സ്പർദ്ധ. അതിപ്പോ ഇതാള് ഒരാള് യാത്രയില്, ഒരു ട്രെയിൻ യാത്രയിൽ എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ പറഞ്ഞു, ഇങ്ങനെ സംസാരിക്കുക, ഞാനോട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ ഒരു അനുഭവം പറയാണ്, കോഴിക്കോടും മലപ്പുറത്തൊക്കെ ഇഷ്ടംപോലെ പള്ളികളുണ്ട്, എന്തോ ഒരു പള്ളികളാണ് അവർക്കറിയില്ലല്ലോ, അത് ജമാഅത്ത് ഇസ്ലാമിയുടെ പള്ളിയാണോ, മുജാഹിദിന്റെ പള്ളിയാണോ, അതോ AP യുടെ പള്ളിയാണോ, EK യുടെ പള്ളി. ഇപ്പൊ ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, ഇപ്പൊ കോട്ടയം, കാഞ്ഞിരപ്പള്ളി, ഇടുക്കി ഭാഗങ്ങളിലൊക്കെ ഒരുപാട് ക്രിസ്ത്യൻ പള്ളികളാണ്, പാല. അപ്പൊ അതിൽ തന്നെ ഇത് ഓർത്തഡോക്സിന്റെയാണോ എനിക്കറിയില്ല, എല്ലായിടത്തും ഈ സഭാതർക്കത്തിന്റെ പുറത്ത് അപ്പൊ ഞാനൊരു പള്ളിയിൽ കോതമംഗലത്തിന്റെ ഫ്രണ്ടില് വെറുതെ പാറകത്ത് കയറ്റിട്ട് വിശ്രമിക്കുമ്പോ ഒരാൾ വന്നിട്ട് എന്നോട് ചോദിക്കണേ, എന്താ ഭയ ഇവിടെ വെക്കണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ പരിചയപ്പെട്ട് ഞാൻ പുള്ളിക്ക് നമ്മളുള്ളൊരു ഇഷ്ടമായി കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്, വീട്ടിൽ പോയി നമുക്കൊരു ചായ കുടിച്ചിരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അത് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പള്ളിയിൽ അച്ഛൻ ഇറങ്ങിയത് എന്നോട് പറഞ്ഞേ, അച്ഛനോട് പറഞ്ഞ ഡയലോഗാണ്, ഈ പള്ളി പിടിക്കാൻ മറ്റു വിഭാഗക്കാർ ശ്രമിക്കുന്നുണ്ട്, ഞങ്ങൾ ആ ചാരന്മാരായിരിക്കും ചേട്ടാ നിങ്ങൾ ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്തത്. ഇനി കോഴിക്കോട് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ കോഴിക്കോട് ഒരു പാർട്ടി പറയണതെന്ന് വെച്ചാൽ, ഈ നിങ്ങൾ മറ്റവരെ കൊണ്ടുവരുന്നത് ഇവിടുത്തെ കംപ്ലീറ്റ് വോട്ട് പോകട്ടെ. അപ്പൊ എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പറയണേ, മുജാഹിദീൻ രണ്ടുപേരെ ആ കൂട്ടത്തിലുണ്ട്, അവരാണ് നിങ്ങളുടെ ഇലക്ഷൻ ക്യാമ്പയിൻ ആക്റ്റീവ് ആയിട്ടുള്ളത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ വോട്ട് കിട്ടൂലെന്ന്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ എന്തുണ്ട്. അല്ല, ഇപ്പൊ രതീഷ് പറഞ്ഞത് പൂർണ്ണമായും ശരിയാണ്. ഇപ്പൊ തെക്കൻ ജില്ലകളിൽ ഈ പറഞ്ഞ പോലെ മുസ്ലിം സംഘടനകൾക്കൊന്നും അത്ര വേരോട്ടുള്ള സ്ഥലമല്ല, പ്രത്യേകിച്ച് അവിടെ ദക്ഷിണ കേരളം അങ്ങനെയൊക്കെയുള്ളു. അതുപോലെ ഈ EK, അതുപോലെ ജമാഅത്ത് ഇസ്ലാമിക്ക, മുജാഹിദ് വിഭാഗങ്ങൾക്ക് തെക്കൻ ജില്ലകളിലൊന്നും വലിയ സ്വാധീനമില്ല. പക്ഷെ വടക്കൻ ജില്ലകളിലൊക്കെ സ്വാധീനമുണ്ട്. അവിടെ ഇത്തരത്തിലുള്ള രതീഷ് പറഞ്ഞ പോലെ പല ഇഷ്യൂസ് ഒക്കെ ഉണ്ട് അവിടെ. അതൊന്നും യഥാർത്ഥത്തിൽ ഇവിടെ നിൽക്കുന്ന തെക്കൻ കേരളത്തിലെ ജില്ലകളിലെ ആളുകൾ കാണുന്നില്ല. ഇപ്പൊ യഥാർത്ഥത്തിൽ ആലപ്പുഴ മുതൽ നമ്മൾ തിരുവനന്തപുരം എടുത്താൽ അത്തരത്തിൽ ആളുകൾ കാണുന്നില്ല. അതേസമയം ഇവിടെ നിന്ന് ഈ തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട്, പ്രശ്നമുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഇനി ഇത് കൂടാതെ എന്താ, ഒരു 10% വരുന്ന ആളുകൾ, 15-20% വരുന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു 60-70% വരുന്ന ആളുകൾ, അല്ലെങ്കിൽ 90 നമുക്ക് കണക്കുണ്ട്. ഇവർ യഥാർത്ഥത്തിൽ വികസനവും മറ്റു പ്രശ്നങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നവരാണ്. അവർക്ക് വേണ്ടി വേറൊരു കൈൻഡ് ഓഫ് പ്രചരണമുണ്ട്. പക്ഷെ ഇതിലുള്ള ഒരു 2, 3, 5% പേർ ഇത്തരത്തിലുള്ള പ്രചരണം ഉള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്. ഞാൻ നാരദ ന്യൂസിൽ ഇരുന്ന് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, യഥാർത്ഥത്തിൽ താലിബാൻകാർ അഫ്ഗാനിസ്ഥാനിലുള്ളത് 75,000 പേരുള്ളൂ, യഥാർത്ഥത്തിൽ അതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട് താലിബാൻ അനുകൂല്യം. ഇതൊരു ഭയങ്കര കമന്റ് ആയിരുന്നു. 3.5 ലക്ഷത്തോളം ആളുകൾ അത് കാണുകയും കുറെ പേരെടുത്ത് വീഡിയോ ആക്കുകയും സാറ് പറഞ്ഞത് കറക്റ്റ് ആണ്, ഇത് പറയാൻ ചങ്കൂറ്റം വേണമെന്നൊക്കെ പറയാം. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് ചങ്കൂറ്റം. യഥാർത്ഥത്തിൽ ഈ കമന്റുകൾ വന്ന് എവിടെ നിന്നാണ് നമ്മൾ പരിശോധിച്ചാൽ ഇതെല്ലാം തന്നെ ഈ പറയുന്ന നമ്മുടെ മലബാർ മേഖലയിൽ നിന്നാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കമന്റുകൾ വരുന്നു. അപ്പൊ ആളുകളുടെ ഒരു വലിയ തോതിൽ BJP അടക്കമുള്ള സംഘപരിവാർ അജണ്ടകൾ ഇവിടെ ഉഴുതുമറിച്ച മണ്ണിൽ ഇത്തരത്തിലുള്ള വിഭാഗീയതകളുണ്ട്. അതിന് താൽക്കാലികമായ വിളവെടുപ്പ് നടക്കാൻ പറ്റുമോ എന്നുള്ളത് കൂടിയാണ് സജി ചെറിയാന്റെ കാര്യം. അത് ഏറെക്കുറെ വിജയിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമോ, കേരളം എങ്ങനെ തന്നെ മുന്നോട്ട് പോകുമോ. യൂത്ത് കോൺഗ്രസ് DGPക്ക് കേസ് കൊടുത്തിട്ടുണ്ട്. അല്ല, സത്യത്തിൽ കേസ് കൊടുത്തില്ലെങ്കിൽ എനിക്ക് കൊണ്ട് സജി ചെറിയാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും കേസ് കൊടുക്കണമെന്ന്. കേസ് കൊടുക്കുകയും സജി ചെറിയാൻ സത്യത്തിൽ കേരളത്തിൽ ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പൊ പരാതിയാണ് കൊടുത്തേക്കണം. ഈ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ KK ബാലനെതിരെ തന്നെ ജമാഅത്ത് ഇസ്ലാമി 1 കോടി രൂപ ആവശ്യപ്പെട്ട് നഷ്ടപരിഹാരം കൊടുക്കുമ്പോൾ AK ബാലൻ രക്ഷപ്പെട്ടു. കാരണം എന്താ, പുള്ളി ഉദ്ദേശിച്ചതാണ്. ഇനി ഇപ്പൊ വേറൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്താണെന്നറിയോ, തുഫൈൽ കേട്ടിട്ടുണ്ടത്. ആ പരാതി കൊടുത്ത് CPM രക്ഷപ്പെട്ടു.
വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ വർഗീയവാദമാണ് പറയുന്നത്, വലിയ മതവിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത് നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഏതെങ്കിലും യൂത്ത് കോൺഗ്രസ്സുകാരനോ കോൺഗ്രസ്സുകാരനോ ഉണ്ടെ പരാതി കൊടുക്കാനോ വേണം. ഇത് ഇരുതല മൂർച്ചയുള്ള വാളാണ്. പരാതി കൊടുക്കാനും പറ്റില്ല, കൊടുക്കാതിരിക്കാനും പറ്റില്ല. പരാതി കൊടുത്താൽ തീർന്ന്. കാരണം എന്താ, പരാതി കൊടുത്താൽ ശരിക്കും ഇപ്പൊ വെള്ളാപ്പള്ളിയുടെ ഒപ്പം ഇല്ലാത്ത അല്ലെങ്കിൽ അതിനൊപ്പം ഒന്നും നിൽക്കാത്ത ഈഴവ സമൂഹത്തിലെയും ബാക്കിയുള്ള ആളുകൾ കൂടി വെള്ളാപ്പള്ളിക്കൊപ്പം കൂടും. ഒന്ന് ആലോചിച്ച് നോക്ക്, വെള്ളാപ്പള്ളിനെ അറസ്റ്റ് ചെയ്യണം നാളെ വന്നിട്ട് നിങ്ങൾ മറ്റേ മതവിദ്വേഷം എന്ന പ്രചരണം നടത്തി എന്ന് പറയുമ്പോൾ ആരുടെ പരാതിയിലാന്ന് ചോദിക്കും, ഒരു കോൺഗ്രസ്സുകാരന്റെ പരാതിയിലാന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇത് പരാതി കൊടുക്കാൻ ആളില്ലാണ്ടാന്നാ തുഫേൽ വിചാരിക്കണേ. ഈ പല പരാതി കൊടുക്കാൻ ആളില്ലാണ്ടല്ല, കൊടുക്കല്ലേ എന്ന് പറഞ്ഞിട്ടാണ്. വെള്ളാപ്പള്ളിക്കെതിരെ ഒന്നും ദൈവത്തോർത്ത് പരാതി എന്ത് ചെയ്തേക്കല്ലേ, കൊടുത്തേക്കല്ലേ. സജി ചെറിയാനെതിരെ കൊടുക്കാം, കാരണം അത് പ്രശ്നമില്ല, രാഷ്ട്രീയമായിട്ട് വരുമുണ്ട്, മന്ത്രി കൂടിയാണ്. പിന്നെ പുള്ളിനെ അറസ്റ്റ് ഒന്നും ചെയ്യാൻ പാടില്ല. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം ഇത് ഇനിയിപ്പോൾ അടുത്ത ആളിലേക്ക് വരും, അതിന്റെ അടുത്ത ആളിലേക്ക് വരും. ഇതിൽ ആകെ എനിക്ക് സംശയം തോന്നിയത് വി ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം ഇത് ബോധപൂർവം പറഞ്ഞതാണ്, അദ്ദേഹം അങ്ങനെ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ വിശ്വാസം എന്ന് പറയുന്നത് ഇനി ഇത്തരത്തിലുള്ള പ്രചരണത്തിന്റെ വാക്കുകൾ കൂടുതലായി ഓരോ വരും ദിവസങ്ങളിലും വരും ആഴ്ചകളിലും വരും ആഴ്ചകളിലും വരും. ഏതാണ്ട് ഒരു ഏപ്രിൽ മെയ് ജൂൺ വരെ അത് നിലനിൽക്കും. ഇലക്ഷൻ അന്ന് രാവിലെ വരും. അതായത് ഇലക്ഷൻ അന്ന് രാവിലെ കൂടി അതുണ്ടാവും. അത് കഴിയുമ്പോഴത്തേക്ക് പ്രശ്നം എന്ത് ചെയ്യും, പരിഹരിക്കപ്പെടും. താൽക്കാലികമായിട്ട് നിൽക്കും. പിന്നെ ഇനി അടുത്ത എന്ത് ചെയ്താൽ പിന്നെ 2-3 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട്, അതിനകം നോക്കിയാൽ മതി. അതായത് 2029 ഇലക്ഷൻ സമയത്ത് 2-2.5 കൊല്ലത്തേക്ക് ഒരു റെസ്റ്റ് എടുക്കും, സമാധാനം ഉണ്ടാവും. അത് സമാധാനം ഉണ്ടാവും. അത് സമയത്തേക്ക് നോക്കിയാൽ മതി. അതുകൊണ്ട് ഇതെല്ലാം ജനം എന്ത് ചെയ്യണം, പ്രതീക്ഷിച്ചിരിക്കണം, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ വാക്കുകളുടെ പുറകെ പോയി ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്ന ഒരു ജനവിഭാഗമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. കേരളം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കേരളത്തിൽ വിഭാഗീയത കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യത്തിലൊന്നും എനിക്ക് സംശയമില്ല. പണ്ടൊക്കെ ആയിരുന്നുവെങ്കിൽ ഇതിന്റെ പകുതി ഒരാൾ പറഞ്ഞാൽ പോലും നമ്മൾ അവരെ വെറുപ്പോടും വിദ്വേഷത്തോടും കൂടി നോക്കും. പക്ഷെ ഇപ്പൊ അവൻ പറയുന്നതിലും കാര്യമുണ്ട് എന്നുള്ള അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചേരും. അതിന്റെ പിന്നിലൊക്കെ ചില മറ്റേ ഈ ആയുധം വെച്ചു കൊടുക്കുന്ന പണി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ആളുകൾ ചെയ്തിട്ടുണ്ട്. ലീഗടക്കമുള്ള ഒരുപാട് ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അതെല്ലാം ഇതിന്റെ യാഥാർത്ഥ്യമാണ്. എന്തായാലും കാത്തിരുന്ന് കാണാം.